ഹലോ കൂട്ടുകാരെ, രാവിലെ ഇഡലിക്കും ദോശയ്ക്കൊക്കെ ചമ്മന്തി ഉണ്ടെങ്കിൽ ടൈം കളയാതെ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. അതിന് കുറച്ച് ചൂടുവെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഓഫീസിലൊക്കെ പോകുന്നവർക്കും കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാം. പെട്ടെന്ന് തന്നെ ഒരു 1 മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചട്നി നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് ഉഴുന്നാണ് ഇട്ട് ചൂടാക്കുന്നത്. ചൂടായിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുമന്ന നിറമാകുന്ന വരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റുക. കരിഞ്ഞു പോകരുത്. അതേ പാത്രത്തിൽ തന്നെ കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. കപ്പലണ്ടി റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ. അപ്പോൾ കളറൊന്നും ചേഞ്ച് ആവാതെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ. അതും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ തൊലിയെടുത്ത് കളയാം കേട്ടോ. അപ്പോൾ ഇതും അതങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് എടുക്കേണ്ടത് പൊട്ടുകടലയാണ് കേട്ടോ. പൊട്ടുകടല ഞാനിവിടെ 1/2 കപ്പ് പൊട്ടുകടലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതെല്ലാം നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചമ്മന്തിയുടെയൊക്കെ ഒരു കളർ മാറിപ്പോകും. അതിന് വേണ്ടിയാണ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇച്ചിരി നേരം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഡെസിക്കേറ്റ് കോക്കനട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാത്ത ചെറിയ തേങ്ങയാണെങ്കിലും എടുത്താൽ മതി. ഇതാകുമ്പോൾ എനിക്ക് കുറച്ച് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റി. ഒത്തിരി നേരം നമ്മളിട്ട് റോസ്റ്റ് ചെയ്യേണ്ട. നമ്മൾ തേങ്ങ ചിരണ്ടിയതാണെങ്കിൽ അതൊന്ന് ഡ്രൈ ആയി വരുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് ഇതൊക്കെ ഉണ്ടല്ലോ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് എരിവിന് വേണ്ടിയുള്ള മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എരിവുള്ള മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്, പിരിയം മുളക്. അപ്പോൾ എരിവില്ലാത്ത കളറിന് വേണമെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് കാശ്മീരിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും കുറച്ച് ഒരു 2-3 വെളുത്തുള്ളിയും കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. നല്ലതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ അതിനകത്തുള്ള വെള്ളമയത്തിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് വലിയുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കറിവേപ്പിലേക്ക് എടുക്കുമ്പോൾ അതൊന്ന് പൊടിഞ്ഞ് വരും. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയിലേക്കായി വെള്ളമയം ഒന്ന് മാറിയിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് അതും കൂടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇത് നല്ലതുപോലെ തണുത്തിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന ഉപ്പും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. വെള്ളമയമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. എന്തിനകത്തെങ്കിലും വെള്ളമയം ഉണ്ടെങ്കിലും നമ്മളിത് ചീത്തയായി പോകും. ഇത് നമുക്ക് പുറത്ത് തന്നെ ഒരു 2 മാസത്തേക്ക് വയ്ക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാനാണെങ്കിൽ ഒരു 3-4 മാസം വരെ ഇത് കേടുകൂടാതെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് നമ്മുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ആറണം കേട്ടോ. നമ്മുടെ കപ്പലണ്ടിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം വേണം ഇത് പൊടിച്ചെടുക്കാൻ. അപ്പോൾ കപ്പലണ്ടിയും തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ ആറിയതിന് ശേഷം വേണ്ടി തന്നെ അതിന് ശേഷമേ നിങ്ങൾ എടുക്കാവുള്ളൂ. അതിനുശേഷം നല്ലതുപോലെ ഇതുപോലെ നല്ല ഫൈൻ പൗഡർ ആക്കണമെന്നില്ല. കുറച്ച് തരിതരിപ്പോട് കൂടി തന്നെയാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫൈൻ പൗഡർ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ചെറിയൊരു തരിതരിപ്പോട് കൂടി എടുത്താൽ മാത്രമേ നമുക്ക് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്ന ആ ഒരു ഇത് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് നിരത്തി വെച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ടിന്നിലോട്ട് മാറ്റിയാൽ മതി. ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ എടുത്തതിന് ശേഷം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് എടുത്ത് നമ്മൾ സാധാരണ ചമ്മന്തിക്ക് കടുക് വറുക്കുന്നത് പോലെ തന്നെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് കറക്റ്റ് നിങ്ങൾ ദോശയ്ക്കും ഇഡലിക്കൊക്കെ ഉണ്ടാക്കുന്ന ചമ്മന്തി പോലെ തന്നെ ടേസ്റ്റായിട്ട് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഓഫീസിൽ പോകുന്നവർക്കാണെങ്കിലും അല്ലാതെ കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ കൊടുത്തു വിടാനാണെങ്കിലും പറ്റിയൊരു റെസിപ്പിയാണ്. ഇതുപോലെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.